ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സ്ലോലി പെർഫെക്റ്റിൻ്റെ ശുഭചിന്തയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശുഭചിന്തയോടെയുടെ കഴിഞ്ഞ വീഡിയോ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയുള്ളതായിരുന്നു. കൂടാതെ മറ്റനേകം വീഡിയോകളും ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവർക്ക് വേണ്ടി ലാസ്റ്റ് സ്ക്രീനിൽ കൊടുക്കാം. എന്നാൽ ഇനി നേരെ വീഡിയോയിലേക്ക്. ലെറ്റ്സ് സ്റ്റാർട്ട്. ദരിദ്രയായ ആ സ്ത്രീ പരിപൂർണ ദൈവവിശ്വാസിയായിരുന്നു. കുറച്ച് ദിവസമായി അവൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇതറിഞ്ഞ ഒരു നിരീശ്വരവാദി ഭക്ഷണവുമായി അവളുടെ വീട്ടിലെത്തി. നന്ദി പറഞ്ഞ് അവൾ അത് കഴിക്കാൻ തുടങ്ങി. അയാൾ പറഞ്ഞു, ഇത് ദൈവം തന്നതല്ല, ചെകുത്താൻ തന്നതാണ്. അവൾ ഒന്നും മിണ്ടാതെ കഴിച്ചു കൊണ്ടിരുന്നപ്പോൾ അയാൾ വീണ്ടും ചോദിച്ചു, ഇത് ചെകുത്താനാണ് തന്നതെന്ന് പറഞ്ഞിട്ടും നിനക്ക് അത്ഭുതമൊന്നും തോന്നുന്നില്ലേ? അവൾ പറഞ്ഞു, എന്തിന്? ദൈവം കൽപ്പിച്ചാൽ ചെകുത്താനു പോലും അനുസരിക്കാതിരിക്കാൻ കഴിയില്ല എന്നെനിക്കറിയാം. പിടിച്ചാൽ മുറുക്കെ പിടിക്കുക, വിട്ടാൽ പൂർണ്ണമായും വിട്ടുകളയുക. ഓരോന്നിനോടും പുലർത്തുന്ന സമീപനമാണ് അതിൻ്റെ ദൃഢത തീരുമാനിക്കുന്നത്. അത് വിശ്വാസമായാലും ബന്ധമായാലും എന്തിനേയും ഒഴുക്കൻ മട്ടിൽ സമീപിക്കുന്നവർക്ക് ഒന്നിനോടും ആത്മാർത്ഥതയുണ്ടാകില്ല. ആളുകളെ ബോധിപ്പിക്കാനുള്ള പരസ്യ പ്രകടനങ്ങൾ മാത്രമായി അവരുടെ ചെയ്തികൾ അവസാനിക്കും. ഉള്ളിൽ അഗ്നിയുള്ളവർ മാത്രമേ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഊർജ്ജസ്വലരാകൂ. രണ്ടു തരം വിശ്വാസികളുണ്ട്. ഒന്ന്, നിബന്ധനകൾ പിന്തുടരുകയും ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്ത് വിശ്വസ്തത വെളിവാക്കുന്നവർ. പൊതുപരിപാടികളിൽ അവർ നിർബന്ധ ബുദ്ധിയോടെ സാന്നിധ്യമറിയിക്കുകയും പൊതുശ്രദ്ധ ലഭിക്കുന്ന എല്ലാ അനുഷ്ഠാനങ്ങളിലും തങ്ങളെ പ്രദർശിപ്പിക്കുകയും ചെയ്യും. 2, ബാഹ്യമോടികളൊന്നുമില്ലാതെയും ആരാലും ശ്രദ്ധിക്കപ്പെടാതെയും തങ്ങളുടെ ഉത്ബോധത്തെ മുറുക്കെ പിടിക്കുന്നവർ. ആനുകൂല്യങ്ങൾ പ്രതീക്ഷിച്ചല്ല അവർ ബന്ധങ്ങൾ സൂക്ഷിക്കുന്നത്. താൽക്കാലിക പ്രലോഭനങ്ങൾക്ക് അവരെ തങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനാകില്ല. ചിന്തയിലും പ്രവൃത്തിയിലുമുള്ള സുതാര്യതയാണ് അവരുടെ വിശ്വാസ്യത. കേട്ടറിവിൻ്റെ പേരിലും സ്ഥാപിത താൽപ്പര്യങ്ങൾക്കു വേണ്ടിയും ആരെയെങ്കിലും വിശ്വസിച്ചു തുടങ്ങുന്നവർക്ക് നിസ്സാര കാരണങ്ങൾ മതി വിശ്വാസം നഷ്ടപ്പെടാൻ. അറിഞ്ഞും അനുഭവിച്ചും ഊടും പാവും നെയ്ത ബന്ധങ്ങളിൽ വിള്ളൽ വീഴുക അത്ര എളുപ്പമല്ല. ഇഷ്ടപ്പെടുന്നത് ചെയ്യുന്നതിലല്ല, ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നതിലാണ് സന്തോഷത്തിൻ്റെ രഹസ്യം. ജെയിംസ് മാത്യു ബാരിയുടെ വാക്കുകൾ.